ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1984-നും 1999-നും ഇടയിൽ അടിക്കടി ഏറ്റുമുട്ടലുകൾ നടന്ന സ്ഥലം. ശത്രുക്കളുടെ വെടിവെപ്പിനേക്കാൾ കൂടുതൽ സൈനികർ കൊല്ലപ്പെട്ടത് മോശം കാലാവസ്ഥയിൽ. ഇന്ത്യ പാക് വിഭജനത്തിനു ശേഷം ഇരു രാജ്യങ്ങളും 6000 മീറ്റർ അഥവാ 20,000 അടി ഉയരത്തിൽ സ്ഥിരമായ സൈനിക സാന്നിധ്യം നിലനിർത്തുന്ന ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ബാറ്റിൽ ഫീൽഡ് സിയാച്ചിൻ. ഹിമാലയത്തിലെ കിഴക്കൻ കാറക്കോറം പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന സിയാച്ചിൻ ഗ്ലേഷ്യർ സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 18,000 അടി ഉയരത്തിലാണ്. 78 കിലോമീറ്റർ നീളമുള്ള സിയാച്ചിന്റെ പരമാധികാരത്തിനായി 1984 മുതൽ ഇന്ത്യയും പാകിസ്ഥാനും ഇടയ്ക്കിടെ പോരാടിക്കൊണ്ടിരിക്കുന്നു. 1971-ലെ ഇന്ത്യ പാക് യുദ്ധത്തിനു ശേഷം 1972-ൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച ഷിംല കരാറിൽ സിയാച്ചിനെ നിയന്ത്രിക്കുന്നത് ആരെന്ന് വ്യക്തമാക്കുന്നതിൽ പരാജയപ്പെട്ടു. 1984-ൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ വിജയകരമായ സൈനിക നടപടിയിലൂടെ സിയാച്ചിന്റെയും പോഷക നദികളുടെയും നിയന്ത്രണം ഇന്ത്യ നിലനിർത്തി. 2003-ൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നെങ്കിലും കടുത്ത മഞ്ഞുവീഴ്ചയും ഹിമപാതങ്ങളും മറ്റു സങ്കീർണതകളും കാരണം ഏകദേശം 2000-ഓളം സൈനികരെ ഇരു രാജ്യങ്ങൾക്കും നഷ്ടപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. ഇരു രാജ്യങ്ങൾക്കും 150-ഓളം സൈനികരുള്ള ഔട്ട് പോസ്റ്റുകളും ഏകദേശം 3000-ഓളം സൈനികരും സിയാച്ചിനിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 6400 മീറ്റർ ഉയരത്തിലുള്ള പോയിന്റ് സോനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയരം കൂടിയ ഹെലിപാഡും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടെലിഫോൺ ബൂത്തും ഇന്ത്യ സ്ഥാപിച്ചിട്ടുണ്ട്. സൈനിക സാന്നിധ്യം മാറ്റി നിർത്തിയാൽ സിയാച്ചിനിൽ ജനവാസമില്ലാത്ത പ്രദേശമാണ്. ഇന്ത്യൻ ആർമിയുടെ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ വിന്യസിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസറായി മാറിയിരുന്നു. അതുകൂടാതെ ക്യാപ്റ്റൻ ഫാത്തിമ വാസിം സിയാച്ചിനിൽ ഡിപ്ലോയ് ചെയ്യപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറും ആണ്. ഇന്ത്യയുടെ പരമാധികാരത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കും ശത്രുക്കളെക്കാൾ കൂടുതൽ -60 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള അതിശൈത്യത്തെ പോലും അതിജീവിച്ച് പോരാടുന്ന സൈനികരെ നമുക്ക് ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കാം. സ്കൂൾ കോളേജ് പഠനത്തോടൊപ്പം നമ്മുടെ മക്കൾക്ക് ഇനി IAS പഠിച്ചു തുടങ്ങാം. നമ്മുടെ മക്കൾക്ക് IAS, IPS, നീറ്റ്, IIT, JEE, NDA, CLAT, QET, സ്കോളർഷിപ്പ് എക്സാംസ്, ഒളിമ്പ്യാഡ്സ് തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകൾക്കും ഏറ്റവും നല്ല അടിത്തറ ഫൗണ്ടേഷൻ ഒരുക്കിയെടുക്കാം എലിക്സിയർ IAS അക്കാഡമിയുടെ സിവിൽ സർവീസസ് ടാലന്റ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിലൂടെ. ഓൺലൈനായും ഓഫ്ലൈനായും പ്രവർത്തിക്കുന്ന ക്ലാസ്സുകളിൽ നമ്മുടെ മക്കൾക്ക് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാം. നമ്മുടെ കുട്ടികൾ സ്കൂളുകളിൽ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ കോഴ്സ് സ്പോക്കൺ ഇംഗ്ലീഷ്, കരിയർ ഗൈഡൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കോഡിംഗ്, ഫൈനാൻഷ്യൽ ലിറ്ററസി, ഓൺടർപ്രണർഷിപ്പ്, വിദഗ്ധരുടെ ക്ലാസുകൾ, രസകരമായ ഗെയിമുകൾ തുടങ്ങിയവയെല്ലാം അടങ്ങുന്ന ഒന്നാണ്. പേഴ്സണൽ മെൻറ്റർഷിപ്പ്, എല്ലാ മാസവും രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും കൂടിയുള്ള മീറ്റിങ്ങുകൾ എന്നിവ എലിക്സിയർ IAS അക്കാഡമിയുടെ മാത്രം പ്രത്യേകതകളാണ്. IAS, IPS ഉദ്യോഗസ്ഥരും റിട്ടയേർഡ് പ്രൊഫസർമാരും അക്കാഡമിക മേഖലകളിലും ഇതര മേഖലകളിലും ഉയർന്ന സ്ഥാനം അലങ്കരിച്ചവരുമായുള്ള ക്ലാസുകൾ, മോട്ടിവേഷൻ ക്ലാസുകൾ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെൻറ്റ് ക്ലാസുകൾ, ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്തിയെടുക്കാനുള്ള ക്ലാസുകൾ തുടങ്ങിയ ഒരു കുട്ടി +2 ഡിഗ്രി കഴിയുമ്പോൾ ആർജിച്ചെടുക്കേണ്ട പാഠ്യേതര ഗുണങ്ങളെല്ലാം നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ നേടിയെടുക്കാം. ഇന്ന് തന്നെ നമ്മുടെ മക്കളുടെ സ്വപ്നത്തിലേക്കുള്ള പടവുകൾ അവർ കയറി തുടങ്ങട്ടെ. കൂടുതൽ അറിയാനും നമ്മുടെ അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇപ്പോൾ തന്നെ വിളിക്കൂ. കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ.